ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മാനിഫെസ്റ്റേഷൻ്റെ ഈസി ആയിട്ടുള്ള മെത്തേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്? പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിലൂടെ ഒരാളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അനുഭവങ്ങളെ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള ഒരു വിശ്വാസം, അതാണ് ഈ ഒരു തത്വം അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത്. ഈ ഒരു തത്വത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലോയിൽ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തിൽ കാന്തം പോലെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുക. ഓക്കെ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ആക്കുന്നത് അല്ലെങ്കിൽ ഇതിലെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ചിന്തകളാണ്. ഈ ചിന്തകൾ എന്ന് പറയുന്ന ഒരു സംഭവം ആണ് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസിനെ ഉണ്ടാക്കുന്നത്. അത് പവർഫുൾ ആയിട്ടൊരു ഊർജ്ജമാണ്. രണ്ടാമത്തത് വിഷ്വലൈസേഷനാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിനകം ലഭിച്ചു എന്ന് നമ്മുടെ ഭാവനയിൽ നമ്മൾ കാണുന്നത്. ഇത് പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് യാഥാർത്ഥ്യമാകും. മൂന്നാമത്തത് വിശ്വാസമാണ്, നമ്മുടെ ട്രസ്റ്റാണ്, ലക്ഷ്യം സാധിക്കും എന്നുള്ള നമ്മുടെ ഒരു ബിലീഫ്. നാലാമത്തത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ പൂർണ്ണമായിട്ടും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്, അതാണ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്സുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ വേണ്ടത് അത് കറക്റ്റ് തീരുമാനിച്ച് നമ്മൾ വ്യക്തമായിട്ട് തീരുമാനിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് വിശ്വാസമാണ്, ബിലീഫാണ്. നമുക്കത് കിട്ടുമെന്നുള്ള നമ്മുടെ ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റുമെന്നുള്ള നമ്മുടെ വിശ്വാസം. മൂന്നാമത്തത് സ്വീകരിക്കുക, റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ലഭിച്ചതായിട്ട് നമ്മുടെ ഭാവനയിൽ കൊണ്ടുവരിക. സിമ്പിളാണ്. ആദ്യത്തത് നമ്മളുടെ തീരുമാനം ഉറച്ചതായിരിക്കണം, എന്താ വേണ്ടത് എന്നുള്ളൊരു ഉറച്ച തീരുമാനം നമുക്ക് വേണം. രണ്ടാമത്തത് നമുക്ക് അത് കിട്ടുമെന്നുള്ള നമ്മുടെ വിശ്വാസം, നമുക്കത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമ്മൾ കൊടുത്തു. മൂന്നാമത്തത് അത് കിട്ടി എന്ന് നമ്മൾ സ്വയം ഭാവനയിൽ കൊണ്ടുവരിക. ഈ 3 സ്റ്റെപ്സാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ ഒരു ആകർഷണ നിയമത്തിൽ പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ കാര്യങ്ങളൊന്നുമില്ല. ഇത് എപ്പം മുതലാണ് ഈ ആളുകളിലേക്കൊക്കെ എത്തിപ്പെട്ടത് എന്ന് നോക്കുകയാണെങ്കിൽ 2006 ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു ആശയം കൂടുതലായിട്ട് ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ എത്തപ്പെട്ടത്. ഇനി ഈ ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ ഈ മാനിഫെസ്റ്റേഷനും ഒക്കെ എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ടോ, വർക്കായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യത്തിൽ എന്നെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആകർഷണമാണ്. ചിന്തകളും വികാരങ്ങളും ഇങ്ങനെയുള്ള ഊർജ്ജങ്ങൾ വെച്ചിട്ട് നമ്മൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ചിന്തകളെ പ്രവൃത്തിയിലൂടെയും അതുപോലെ തന്നെ വിശ്വാസത്തിലൂടെയും യാഥാർത്ഥ്യമാക്കുക. ഈ പ്രവൃത്തി ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്നില്ല, മാനിഫെസ്റ്റേഷനിലേ വരുന്നുള്ളൂ. അപ്പൊ എൻ്റെ ലൈഫിൽ ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, ചിലതല്ല ഒരുപാട് കാര്യങ്ങളിൽ ഈ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ചെയ്യുമ്പം എപ്പോഴും നമുക്ക് ആവശ്യം ഒരു ട്രസ്റ്റാണ്, ഒരു ബിലീഫ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം പ്രോപ്പർ ആയിരിക്കണം. ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞല്ലോ, ഇതിൽ രണ്ടിലും നമ്മൾ കൊടുക്കുന്ന വിശ്വാസം എത്രത്തോളമാണോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ, അതിൽ നിങ്ങൾക്ക് റിസൾട്ട് എല്ലാം കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പം ചിലവർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല, അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പം നടന്നവരുണ്ടെങ്കിൽ നടന്നതായിട്ട് കമൻറ്റ് ചെയ്യുക, നടക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് നടന്നില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.